CMS കോളേജിൽ നിന്ന് അഞ്ജന അനിൽകുമാറാണ് ചേരുന്നത്. അഞ്ജന, എന്താണ് CMS കോളേജിലെ കാഴ്ചകൾ? ഒരുപാട് കുട്ടികൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. അവരുടെ വൈബ് എന്താണ്? ഈ സമീപകാലത്തെ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ അവരാലോചിച്ച് കൂട്ടുന്നത് എന്താണ്? റോഷ്നി, അക്ഷരനഗരിയിലെ മനോഹരമായ ഒരു ക്യാമ്പസിലാണ് ഞാനുള്ളത്. നമ്മുടെ സ്വന്തം CMS കോളേജ്. ഇവിടുത്തെ ഒരുപാട് ചുണക്കുട്ടികളുണ്ട്. ഇവർക്കെല്ലാം തന്നെ ഈ ക്യാമ്പസാണ് ലഹരി. സേ നോ ടു ഡ്രഗ്സ് ആണ് ഈ കുട്ടികളുടെ എല്ലാം തന്നെ മോട്ടോ. ഇപ്പോൾ കേൾക്കുന്ന വാർത്തകളൊക്കെ ഇവർക്കും വളരെ ഡിസ്റ്റർബിംഗ് ആയി തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പരിപാടികളാണ് ഈ കോളേജിന്റെ ഭാഗമായി വരും ആഴ്ചകളിലെല്ലാം തന്നെ സേ നോ ടു ഡ്രഗ്സ് എന്ന മോട്ടോയുമായി ബന്ധപ്പെട്ട് ഇവരൊക്കെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നമ്മുടെ കൂടെ ഇവിടുത്തെ NSSന്റെ ഒരു പ്രതിനിധിയുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ സേ നോ ടു ഡ്രഗ്സിന്റെ പ്രോഗ്രാംസ് ഒക്കെ എങ്ങനെയാണ്? NSSന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ URFന്റെ ഒരു റെക്കോർഡ് നമുക്കുണ്ട്. മറ്റേ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ആൻറ്റി ഡ്രഗ് പോസ്റ്ററിൻ്റെ ഒരു റെക്കോർഡ് നമ്മളെ NSS യൂണിറ്റിൻ്റെ പേരിലുണ്ട്. അതുപോലെ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ഓരോ പ്രോഗ്രാംസ് ആയിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിലിപ്പോൾ വീഡിയോ, ഇപ്പോൾ നമ്മൾ റീലിലൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ നമ്മളെ ഗവൺമെൻറ്റും കാര്യങ്ങളും പറയുന്ന പോലെ തന്നെ ഈ സിനിമകളിലൊക്കെ ഈ യൂത്തിൻ്റെ ഇടയിൽ നല്ലൊരു എഫക്റ്റ് ഉണ്ടെങ്കിലും അതുവഴി തന്നെ നമുക്ക് അതിനെ പ്രതിരോധിക്കാന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിച്ചിപ്പോൾ ഒരു റീൽ കോമ്പറ്റീഷൻ പോലെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രൈസ് മണിയും കാര്യങ്ങളും കൊടുത്തിട്ട് ഇപ്പോൾ റീലിൽ നമ്മളെന്നും കാണലുണ്ടല്ലോ ഈ ആൻറ്റി ഡ്രഗ് ആയിട്ടുള്ള റീല്. അതായത് ഒരു റീല് കാണുന്ന സമയത്ത് നമുക്ക് ഈ ലഹരി ഉപേക്ഷിക്കാൻ തോന്നുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ അങ്ങനെ ഒരു റീലിൻ്റെ കോമ്പറ്റീഷൻ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഒരു റീലായിട്ട് യൂണിറ്റിൻ്റെ പേരിൽ NSS യൂണിറ്റിൻ്റെ പേരിൽ പബ്ലിഷ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ അതിനപ്പുറത്തേക്ക് വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് അവർ തന്നെ ക്രിയേറ്റീവായിട്ട് ഓരോ റീല് നമ്മുടെ മനസ്സ് ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള കുറച്ച് റീലുകൾ തന്നിട്ട് അതിലേറ്റവും ബെസ്റ്റ് നമ്മൾ അവാർഡ് കൊടുക്കാന്നുള്ള രീതിയിൽ നമ്മളൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസ് ഒക്കെ ഫുൾ സപ്പോർട്ടാണല്ലേ പ്ലാൻസിനൊക്കെ? 100%. എല്ലാവരും ആൻറ്റി ഡ്രഗ് അല്ലേ, എല്ലാവർക്കും ഇപ്പോൾ രാവിലെ കേൾക്കുന്ന വാർത്തകൾ എല്ലാവർക്കും ഡിസ്റ്റർബിംഗ് ആണ്. അപ്പോൾ അതിനെതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ കോളേജ് ലൈഫിൽ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യം തന്നെ ആയിരിക്കും അത്. ഇങ്ങനത്തെ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ ഡിസ്റ്റർബിംഗ് ആയി തോന്നാറില്ലേ? നിങ്ങളുടെയൊക്കെ പ്രായമുള്ള കുട്ടികളാണ് ഇതിനൊക്കെ അടിമപ്പെടുന്നത്. അതെ, ശരിയാണ്. വീട്ടിൽ നിന്ന് നല്ലൊരു ഗൈഡൻസ് കിട്ടാത്തതിൻ്റെയും പിന്നെ എല്ലാം സിനിമകൾ കണ്ടിട്ടാന്ന് മാത്രം പറയാൻ പറ്റത്തില്ല. സിനിമകൾ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് എടുത്തിട്ട് അതിനപ്പുറത്തേക്ക് മനുഷ്യത്വം, ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നും ബേസിക്കായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതും പിന്നെ നമ്മൾ സമൂഹത്തിൽ എങ്ങനെ ഫ്രണ്ട്ഷിപ്പ് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം, അതൊക്കെ വീട്ടിൽ നിന്നും പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്നും എല്ലാത്തിനും നമുക്ക് സിനിമ, സോഷ്യൽ മീഡിയ മാത്രം കുറ്റാൻ പറയാൻ പറ്റത്തില്ല. പ്രോബ്ലംസ് മാത്രമല്ല സൊല്യൂഷൻസും കണ്ടുപിടിക്കാൻ പറ്റണമല്ലോ. അപ്പോൾ അത് കൂടി വരുമ്പോൾ ഭയങ്കര അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിനും സ്കൂൾസിനും എല്ലാത്തിനും അതിൻ്റേതായൊരിതുണ്ട്. റോഷ്നി, പഠിത്തത്തിൽ മാത്രമല്ല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും CMSലെ കുട്ടികൾ എപ്പോഴും മുന്നിലാണ്. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റൊരു ഡൈവേർഷൻ തന്നെയില്ല. എന്തൊക്കെയാണ് നിങ്ങളുടെ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ? എന്തൊക്കെയാണ്? ഞങ്ങൾക്കിവിടെ എക്സ്ട്രാ എന്ന് പറയുന്ന ക്ലബ് ആക്ടിവിറ്റീസ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതെന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോരുത്തർക്ക് എന്തൊക്കെ താല്പര്യം അതിന് കയറാനായിട്ട് ഒരു ചാൻസസ് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഡാൻസ്, അത് ഫൈൻ ആർട്സ് എന്ന്, പിന്നെ ഫിലിം ക്ലബ്ബ്, പിന്നെ അങ്ങനെ സിനിമ, പിന്നെ വേറെന്താ, പിന്നെ പ്ലാൻസ്, അങ്ങനെ ഓരോരോ സംഭവങ്ങളുണ്ട്. എന്താ പിള്ളേരാരും ചുമ്മാതിരിക്കല്ല, എല്ലാവരും ഓരോ ഇതിൽ ആക്റ്റീവായിട്ടിരിക്കണം. എന്നാൽ ഒന്നും ചെയ്യാതെ ക്ലാസ്സിലിരിക്കുന്ന കുറച്ച് പേര് കാണുമല്ലോ, അവർക്കും എന്തെങ്കിലും എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണണം എന്നൊരിതിനു വേണ്ടി കുറേ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിൽ ഇൻവോൾവ് ആയി. ഇപ്പോൾ കൊണ്ട് എല്ലാം അടിപൊളിയാണ്. മീൻസ് ക്ലാസ് നമുക്കിപ്പോൾ 2 o'clock വരെ ഉള്ളെങ്കിലും അത് കഴിഞ്ഞ് ക്ലബ് ആക്ടിവിറ്റീസിൽ കയറി ഭയങ്കര അടിപൊളിയായിട്ട് എല്ലാ പിള്ളേരും ആക്റ്റീവായി അങ്ങനെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അഞ്ജന, നമുക്ക് ആ കുട്ടികളിൽ നിന്നൊരു പാട്ട് പ്രതീക്ഷിക്കാമോ? ഈ കുറ്റകൃത്യങ്ങളെ കുറിച്ച് കേട്ട് അതിനിടയിൽ കുട്ടികളുടെ സർഗാത്മകത കൂടി ഒന്ന് അറിഞ്ഞാൽ രസമായിരിക്കും. അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു റീസൺ തന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് കുറെ പേര് ഡ്രഗ്സിലോട്ടൊക്കെ പോകുന്നത്. തീർച്ചയായും റോഷ്നി, ഇവരെല്ലാ രീതിയിലും മുന്നിൽ നിൽക്കുന്ന കുട്ടികൾ തന്നെയാണ്. പാട്ട്, ഡാൻസ്, സ്പോർട്സ് എല്ലാത്തിലും ആക്റ്റീവാണ്. എന്റെ തൊട്ടടുത്തുള്ളത് ഒരു ഗായികയാണ്. അപ്പോൾ ഈ ഗായികയുടെ നേതൃത്വത്തിൽ ഈ സംഘം നമുക്കൊരു പാട്ട് പാടും അല്ലേ? ഏത് പാട്ടാ പാടുക? CMS എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ക്ലാസ്മേറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാം തന്നെ ക്ലാസ്മേറ്റ്സിലെ ഗാനങ്ങളെല്ലാം തന്നെ പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ക്ലാസ്മേറ്റ്സിലെ ഒരു പാട്ടാവാം അല്ലേ? തുടങ്ങിക്കോ. കാറ്റാടി തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കളിയൂഞ്ഞാലാടുന്നീടനാഴിയിലായി മതിയാവതെ നാളിലും ഈ നല്ലൊരു നേരം ഇനിയിൽ ഇതുപോലെ
ഒരു കാലം കാറ്റാടി തണലും തണലത്തര മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും. റോഷ്നി, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉള്ളപ്പോൾ എന്തിനാണ് ലഹരി തേടി പോകുന്നത് എന്നാണ് ഇവരൊക്കെ ചോദിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ എല്ലാ ക്യാമ്പസുകളും മാതൃകയാക്കേണ്ടതാണ് ഇവിടുത്തെ ഒരു സംവിധാനവും. വരും ആഴ്ചകളിൽ ഇവിടെ ലഹരിക്ക് വിരുദ്ധമായി ഓരോ പ്രവർത്തനങ്ങളുമുണ്ട്. അതെല്ലാം തന്നെ എല്ലാ ക്യാമ്പസുകളിലും മാതൃകയാക്കേണ്ടതാണ്. ശരി അഞ്ജനയാണ് ചേർന്നത്. വിദ്യാർത്ഥികൾക്കൊപ്പം ക്യാമ്പസുകളിലും സ്കൂളുകളിലുമൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമായി നടക്കട്ടെ എന്നാണ് പറയാനുള്ളത്.